ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒരു തുടർച്ചയും അതോടൊപ്പം നമ്മൾ പരാമർശിക്കേണ്ട ഒന്ന് രണ്ട് സംസ്കാരങ്ങളും കൂടി പരാമർശിച്ചതിന് ശേഷം തഫ്സൽ സാഹിബ് ഗ്രീക്ക് തത്വശാസ്ത്രത്തിലേക്ക് കടക്കും. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തഫ്സൽ സാഹിബിനെ ക്ഷണിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله محمد وعلى آله جميع الأنبياء والمرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله. പിന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചൈനീസ് ട്രഡീഷൻസ് ഒക്കെ ഉണ്ട്. അതിനേക്കാൾ മുമ്പ് ഗ്രീക്ക് ട്രഡീഷന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതിൻ്റെ ഒരു കാലം വെച്ചുകൊണ്ട് ഏതാണ് കൂടുതൽ ഏൻഷ്യന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ഗ്രീക്ക് ട്രഡീഷന് ഒരു ഡാർക്ക് ഏജ് ഉണ്ട്. ആ ഡാർക്ക് ഏജിനപ്പുറം പിന്നെ ഉള്ള ഒരു ഏജും കൂടി എന്താണ് ഗ്രീക്ക് കാലത്തിന് ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് മെസൊപ്പൊട്ടാമിയൻ ഈജിപ്ഷ്യൻ സംഗതികളായിട്ടുള്ള അതിൻ്റെ പിന്നെ ഇന്ററാക്ഷൻസും അതല്ലാത്തതായ രീതിയിലൊക്കെ ഉള്ള പല സംഗതികളും ഗ്രീക്ക് ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മെറ്റാഫിസിക്കലായ ഒരു ട്രഡീഷൻ ഉണ്ട് ഗ്രീസിൽ. പിന്നെ മിസ്റ്ററീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മിസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ട് എലിസ്യൂനിയൻ മിസ്റ്ററീസ്, ഓർഫിക് മിസ്റ്ററീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഫിസം, ആ രീതിയിലൊക്കെ ഉള്ള പല സംഗതികളല്ലേ. അപ്പോ ആ ഒരു ഡാർക്ക് ഏജിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് ഏജ് എന്നല്ല പറയണ്ട, അതിന് നമുക്ക് ക്ലിയർ ആയിട്ട് ഹിസ്റ്റോറിക്കലി വിസിബിൾ അല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരു ഗ്രീക്ക് ട്രഡീഷനിൽ കാണാൻ സാധിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് ഇന്ത്യൻ ചൈനീസ് ട്രഡീഷൻസ് ഗ്രീക്കിന് ശേഷം പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് അതിലേക്ക് പോവാം. ഇതില് ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാല്, നമ്മള് ഗ്രീക്ക് ട്രഡീഷനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ആ ഒരു മെറ്റഫിസിക്കലായ അല്ലെങ്കിൽ നോൺ ഫിലോസഫിക്കലായ ഒരു ആസ്പെക്ട് ഗ്രീക്ക് ട്രഡീഷൻ ഉണ്ട്. അതും നമുക്ക് കുറച്ചൊക്കെ കൈകാര്യം ചെയ്യാം, വല്ലാതെ അതിലേക്ക് പോവില്ല. നമ്മള് ഫിലോസഫിക്കൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് എന്താണ് ഇന്ത്യൻ ഫിലോസഫി, ചൈനീസ് ഫിലോസഫി എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ഫിലോസഫി എന്ന് പറഞ്ഞൊരു വാക്കിനെ ഒന്ന് യൂണിവേഴ്സലൈസ് ചെയ്ത് എല്ലാ ട്രഡീഷൻസുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഫിലോസഫിക്ക് വളരെ സ്പെസിഫിക് ആയ ഒരു സിവിലൈസേഷണൽ കൾച്ചറൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഒരുതരം അനാവശ്യമായ ഒരു യൂണിവേഴ്സലൈസേഷൻ ആണ്. ഇത് പല ആളുകളും വളരെ സൂക്ഷ്മ ദൃഷ്ടിയുള്ള പല ആളുകളും നിരീക്ഷിച്ച ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഫിലോസഫി എന്ന് പറയുന്ന സാധനത്തിന്റെ ഉത്ഭവം നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഒരു 6th century കോമൺ എന്ന് പറയുന്ന ആ ഒരു കാലത്താണ്. BC എന്നൊക്കെ നമുക്ക് പറയാം. BCE ബിഫോർ കോമൺ എറ എന്നുള്ളതാണ് കുറെ കൂടി സയന്റിഫിക് ആയിട്ട് അക്കാഡമിക്കലി ആക്സെപ്റ്റഡ് ആയ ഒരു കൾച്ചറൽ കൊനോട്ടേഷൻ ഇല്ലാത്ത. വീഡിയോ ഒന്ന് ഓഫ് ആക്കിയിട്ട് കേൾക്കുന്നുണ്ട്. ഓഡിയോ ഇടയ്ക്ക് കട്ടാവും. വീഡിയോ ഒന്ന് ഓഫ് ആക്കിയാല്, വീഡിയോ മാത്രം ഓഫ് ആക്കിയാൽ മതി. സോറി, ഞാൻ വീഡിയോ ഓഫ് ആക്കിയില്ല. ഓക്കെ, നൗ പ്ലീസ്. ഞാന് ഇപ്പൊ ക്ലിയർ ആണോ? യെസ് യെസ്, ഇപ്പൊ ക്ലിയർ. അതെ അതെ, ഓക്കെ. അപ്പൊ നമ്മള് ഗ്രീക്ക് ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഒന്നാമത് സംസാരിക്കേണ്ട ഒരു വിഷയം ഒറിജിൻ ഓഫ് ഫിലോസഫിയെ കുറിച്ചാണ്. ഒറിജിൻ ഓഫ് ഫിലോസഫി ഗ്രീസിലാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് മറ്റ് ട്രഡീഷൻസിന്, ഇന്ത്യൻ ട്രഡീഷൻസ്, ചൈനീസ്, ഇന്ത്യൻ, പേർഷ്യൻ, ഇതിനൊക്കെ നമ്മൾ ഫിലോസഫി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു മിസ്നോമറാണ്. അത് ശരിയായ ഒരു
പ്രയോഗമല്ല, യഥാർത്ഥത്തിൽ വളരെ കൾച്ചർ സ്പെസിഫിക് ആയ, സിവിലൈസേഷനലി സ്പെസിഫിക് ആയ ഒരു സെൻസ് ഉണ്ട് ഫിലോസഫി എന്ന് പറഞ്ഞ വാക്കിന്. അത് ഈ ഗ്രീക്ക് ട്രഡീഷനുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു 6th സെഞ്ചുറിയിലാണ് ഏകദേശം ഫിലോസഫിയുടെ ഒറിജിൻ ഉണ്ടായത് എന്ന് പറയുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് തെയിൽസ് എന്ന് പറയുന്ന മിലേറ്റസിൽ ഉണ്ടായിരുന്ന തെയിൽസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഫിലോസഫറും സയന്റിസ്റ്റും ആസ്ട്രോണമറും എഞ്ചിനീയറും അങ്ങനത്തെ പല സംഗതികളൊക്കെ ഇന്നത്തെ കാറ്റഗറികളിൽ പറയുകയാണെങ്കിൽ അങ്ങനത്തെ പല സംഗതികളൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫിലോസഫി എന്ന വാക്ക് അദ്ദേഹമാണ് ആദ്യത്തെ ഫിലോസഫർ എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട്. ഉള്ള യൂറോ കേന്ദ്രീകൃതമായ നെറേറ്റീവ്സിൽ അങ്ങനെ പറയാറുണ്ട്. പിന്നെ അതിന്റെ കൾച്ചറലായ ഒരു സ്പെസിഫിക് ആയ മീനിങ്ങിന് യഥാർത്ഥത്തില് നമ്മുടെ ഇസ്ലാമിന്റെ ട്രഡീഷനിലും അങ്ങനെ തന്നെയാണ് ഫൽസഫയെ മനസ്സിലാക്കപ്പെട്ടത്. ഫൽസഫയിൽ നിന്ന് പലതും നമ്മൾ ഇസ്ലാമിന്റെ ട്രഡീഷനിൽ ഇംബൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൽസഫക്കുള്ളതായ ആ ഒരു കൾച്ചറൽ ആയ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ മറന്നിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം ഇമാം ഗസാലിയുടെ അൽ മുൻഖിദ് മിനൽ ദലാലിലൊക്കെ ഫൽസഫയെ കുറിച്ചിട്ട് അത് എവിടെ നിന്ന് ഉത്ഭവിച്ചു, ആരാണ് അതിന്റെ വക്താക്കൾ എന്ന രീതിയിൽ അരിസ്റ്റോട്ടലിനെ കുറിച്ചിട്ടോ അതിനെ തുടർന്നിട്ട് ഉണ്ടായിരുന്ന ഇബ്നു സീന അൽഫാറാബി ഇതുപോലുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതല്ലാത്ത ഇസ്ലാമിന്റെ ഇന്റലക്ച്വൽ ട്രഡീഷനിലെ ആളുകളെ മുഴുവൻ ആ ഫൽസഫേന്റെ വകുപ്പിൽ അങ്ങനെ പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോ അങ്ങനെ ഒരു സ്പെസിഫിക് ആയ ഒരു സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഗസാലി ഇമാമിന്റെ മുൻഖിദ് മിനൽ ദലാലില് ഫൽസഫയിൽ പെട്ടതാണ് മാത്തമാറ്റിക്സും നമ്മുടെ നാച്ചുറൽ സയൻസസും ഫിസിക്സും ലോജിക്ക്, പിന്നെ അതാണ് പൊളിറ്റിക്സ്, എല്ലാ സയൻസും. അത് ഓൾഡസ്റ്റ് ഗ്രീക്ക് കാറ്റഗറൈസേഷനിലും അങ്ങനെ തന്നെയായിരുന്നു. ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ പെടുത്തിയിരുന്നത്. നമുക്കറിയാം ഏതാണ്ട് ഒരു 2 നൂറ്റാണ്ട് മുമ്പ് വരെ സയൻസിനെ നാച്ചുറൽ ഫിലോസഫി എന്ന് വിളിച്ചതായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഒരു ഫിലോസഫി എന്ന് പറയുന്ന വലിയ ഒരു അംബ്രല്ല ടേമിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് വിളിക്കപ്പെടുന്ന പല ശാസ്ത്രങ്ങളെയും പെടുത്തിയിരുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ ഫിലോസഫിയെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയിൽ കാര്യം തുടങ്ങുന്നത്. ഇപ്പോഴാണ് എന്താണ് ഫിലോസഫിയുടെ ഒരു റോള് ഇത്ര മാത്രമേ ശാസ്ത്രത്തിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ ഫിലോസഫിയെ റെലിഗേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫിലോസഫിയെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഗസാലി ഇമാമൊക്കെ നമുക്കറിയാം തഹാഫുത്തുൽ ഫലാസിഫയിലൊക്കെ അൽ മുൻഖിദ് മിനൽ ദലാലിലൊക്കെ തന്നെ അതിൻ്റെ ഒരു ക്രിറ്റിക് ഉണ്ട്. അപ്പോ ഫിലോസഫിക്ക് അങ്ങനെ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കണ്ടെത്താൻ പറ്റും എന്ന കാഴ്ചപ്പാടൊന്നും ആരും ഇത് വെച്ചു പുലർത്തിയിട്ടില്ല. ഫിലോസഫിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല് അത് ഒരുതരം റേഷണലിസ്റ്റിക് ആയ ഒരു എന്റർപ്രൈസ് ആണ്. വളരെ റേഷണലിസ്റ്റിക് ആയ ഒരു സംഗതിയാണ് എന്ത് ഫിലോസഫി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രപഞ്ചത്തെയും മനുഷ്യരെയും അതുപോലത്തെ എല്ലാ സംഗതികളെയും ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം, സൂപ്പർ നാച്ചുറലായ കാരണങ്ങളെയും അതുപോലെ തന്നെ മിത്തുകൾ എന്ന് വിളിക്കപ്പെടുന്നവയെല്ലാം തന്നെ മാറ്റി നിർത്തിയിട്ട് വളരെ നാച്ചുറലിസ്റ്റിക് ആയ ഒരു രീതിയിൽ ഇന്നിപ്പോ ഉണ്ടായി തീർന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചല്ല പറയുന്നത്. ക്ലാസിക്കൽ ഒരു കൺസെപ്ഷന് ഫിലോസഫിയെ കുറിച്ചിട്ട് അങ്ങനെയാണ് എല്ലാത്തിനെയും ഒരു നാച്ചുറലിസ്റ്റിക് ആയ രീതിയിൽ, നാച്ചുറലായ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ സംഗതികളെ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഫിലോസഫിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതില് 2 കാര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റേഷണലാണ്, ബിയോണ്ട് റേഷണലായ, സുപ്രാ റേഷണലായ ഹ്യൂമൻ ഫേക്കൽറ്റീസ് ഓഫ് നോയിങ്. അപ്പൊ സുപ്രാ റേഷണലായ ഹ്യൂമൻ ഫേക്കൽറ്റീസ് ഓഫ് നോയിങ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ യുക്തിക്കപ്പുറം എത്രയോ വീണ്ടും എന്താണ് അറിയാനുള്ള ഇന്ദ്രിയങ്ങൾ, ശേഷികൾ, ഫേക്കൽറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് മതത്തിന്റെയോ ഇൻ ജനറൽ ഒരു ട്രഡീഷണൽ മെറ്റാഫിസിക്സിന്റെ ഒക്കെ കാഴ്ചപ്പാട്. ഇത്തരം ഫേക്കൽറ്റീസിനെല്ലാം തന്നെ പൂർണ്ണമായും അവഗണിച്ചോ നിരാകരിച്ചോ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫിലോസഫി അതിന്റെ കൺവെൻഷണൽ മീനിങ്ങിലുള്ളത്. എന്നാൽ അതിലുള്ള ചില എക്സ്പാൻഷൻസ്, അതിലുള്ള ചില വ്യതിയാനങ്ങൾ നമുക്ക് സംസാരിക്കുക. പക്ഷെ അതിനൊരു കൺവെൻഷണൽ മീനിങ് എന്നാൽ ഇറ്റ് ഈസ് എ റേഷണലിസ്റ്റിക് എന്റർപ്രൈസ് എന്നുള്ളതാണ്.
രണ്ടാമത് ഫിലോസഫിയുടെ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു ഫോർമുലേഷൻ ഞാൻ പറഞ്ഞത് അത് പിന്നെ ഗ്രീക്ക് കാലഘട്ടത്തിൽ കാലക്രമേണ പരിണമിച്ച് വന്നിട്ടുണ്ടായ ഒരു സംഗതിയുടെ ഒരു സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സൂപ്പർ നാച്ചുറലായ കാരണങ്ങളെ പിന്നെ എന്താണ് ആ സംഗതികളെയും എന്താണ് മാറ്റി നിർത്തിയിട്ടാണ് സംഗതികളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിനിപ്പോ ഈ വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ നോക്കിയാല് ഫിലോ എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ്. ഇപ്പോഴും PHILE എന്ന് പറഞ്ഞ വാക്കിന് നമ്മൾ നമ്പർ ഫയൽ അങ്ങനെ നമ്പർ ഫയൽ അങ്ങനെ പറഞ്ഞ പല സംഗതികളും കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കാറുള്ള വാക്കാണ്. ഫിലോ എന്ന് പറഞ്ഞാൽ ലവ് എന്നുള്ളത്, സോഫിയ എന്നുള്ളത് വിസ്ഡം എന്നുള്ളതാണ്. അപ്പൊ അത് ലവ് ഓഫ് വിസ്ഡം എന്ന ഒരർത്ഥത്തിലാണ് ഫിലോസഫിയ എന്ന വാക്ക് ഗ്രീക്ക് ട്രഡീഷനിൽ രൂപപ്പെടുത്തപ്പെട്ടത്. ക്ലിയർ ഉണ്ട്. ഒന്ന് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമോ പ്രസന്റേഷൻ? ഓക്കെ വന്നു. ഈ ഒരു വാക്കിനെ കുറിച്ചിട്ട് അത് പൈത്തഗോറസ് ആണ് ഈ വാക്ക് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 4ാമത്തെ സെഞ്ചുറി BC 4ാം സെഞ്ചുറിയിലുള്ള ഗ്രീക്ക് ചിന്തകന്മാരെല്ലാം നല്ലൊരു ക്ലാസ്സിലാ ഞാൻ പിന്നെ വിളിക്കാം, ഒരു ക്ലാസ്സിലാ. ഞാന് മുനീറിന്റെ കൂടെ എല്ലാത്തിലുള്ള. അസ്സലാമു അലൈക്കും. അതെ ഒരു ഓക്കെ പ്രസന്റേഷൻ ഒന്നുകൂടി മാക്സിമൈസ് ചെയ്യണം. ഓക്കെ വെരി ഗുഡ്. പൈത്തഗോറസ് ആണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എന്തായാലും 4ാം നൂറ്റാണ്ട് BCയിലെ ഗ്രീക്ക് ചിന്തകന്മാരൊക്കെ ഈ വാക്ക് അവർ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അതിനൊരു സ്പെഷ്യലൈസ്ഡ് ആയ ഡിസിപ്ലിൻ ആയിട്ട് ഒരു കൾച്ചറൽ പ്രാക്ടീസ് ആയിട്ട് തന്നെയാണ് യഥാർത്ഥ ഫിലോസഫി രൂപപ്പെട്ടത്. അതിനങ്ങനെ യൂണിവേഴ്സലൈസ് ചെയ്യാൻ പറ്റാത്തതായ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഫിലോസഫിക്ക് ഉണ്ട്. പിന്നെ അതേ കാലത്തുള്ളതല്ലെങ്കിൽ അതിന് മുമ്പുള്ള സംഗതികളെല്ലാം വിശേഷിപ്പിക്കാൻ വേണ്ടി ഫിലോസഫി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ കുറെ പ്രോബ്ലംസ് യഥാർത്ഥത്തിലുണ്ട്. ഈ പ്രോബ്ലം യഥാർത്ഥത്തിൽ നമ്മുടെ യൂറോപ്യൻ ട്രഡീഷന്റെ ഒരു ഭാഗമായിരുന്നു. ഈ ഒരു പ്രശ്നം തുടങ്ങിയത് നമുക്ക് അരിസ്റ്റോട്ടലിന്റെ കാലം തൊട്ട് തന്നെ. അരിസ്റ്റോട്ടില് പിന്നെ അദ്ദേഹത്തിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് തൻ്റെതായ ഒരു ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും വിമർശിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊരാൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാല് പിന്നീട് വരുന്ന സംഗതികൾ എങ്ങനെയാണ് മുന്നിൽ വന്നിരുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി തങ്ങളുടേതായ സ്പെസിഫിക് ആയ ഹിസ്റ്റോറിക്കലായ തങ്ങളുടെ ഇന്റലക്ച്വൽ ഫ്രെയിംവർക്സിനെ ഉപയോഗിക്കുന്നത് എന്ന ഒരു പ്രോബ്ലം നമ്മള് വല്ലാതെ അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ട്രഡീഷൻ എന്നുള്ളത്. നമ്മള് പലപ്പോഴും നമ്മൾക്ക് ഇത് തന്നെയാണ് നമ്മൾക്ക് അതിനു മുമ്പുള്ള പല ട്രഡീഷൻസ് മനസ്സിലാക്കുന്നതിന് വലിയ തടസ്സമായിട്ട് നിൽക്കുന്നതും. എങ്ങനെയാണ് ഹൗ ഡിഡ് ദ ബാബിലോണിയൻസ് ഡു ദ മാത്തമാറ്റിക്സ്, എങ്ങനെയാണ് അവർ ചെയ്തത്, അവരെങ്ങനെയാണ് അവരുടെ സയൻസ് നടത്തിയത് എന്നുള്ള സംഗതികളിലൊക്കെ ഇപ്പോഴും നമ്മൾക്ക് പല അജ്ഞതകൾ ഉണ്ടാകുന്നത് പലപ്പോഴും എന്താണ് നമ്മളുടെ ഒരു മെത്തഡോളജിയുടെ പ്രശ്നം തന്നെയാണ്. മെത്തഡോളജി ഒരേ സമയം സ്ട്രെങ്ത്തും ആണ്, അതേ സമയത്ത് ഇറ്റ് ക്യാൻ ബിക്കം ഒരു ഷാക്കിൾസ് ആയിട്ട് മാറാം. ഒരർത്ഥത്തില് ഒരു പരിമിതിയായിട്ട് നമുക്ക് മാറാൻ പറ്റും കാര്യങ്ങളെ മുമ്പിലുള്ള. ഉദാഹരണത്തിന് നമ്മള് ഇപ്പോ ഒരു ബാബിലോണിയൻ സംഗതിയെ നമ്മൾക്ക് ഇന്ന് നിലവിലുള്ള ആൾജിബ്ര ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. എന്തായാലും വാട്ട് എവർ ഇറ്റ് ഇസ് വിൽ ഗോ ടു ദാറ്റ് തിങ് ഇൻ മോർ ഡീറ്റെയിൽ ലേറ്റർ. എന്തായാലും ഫിലോസഫിക്ക് കുറെ പരിമിതികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിന് പ്ലാറ്റോന്റെ തന്നെ സിംബോസിയം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അതിൽ കുറെ ഡയലോഗ്സ് ആണ്. അതില് ഒരു ചോദ്യമുണ്ട്. ഡയോട്ടിമ എന്ന് പറയുന്ന ഒരു ലേഡി ഫിലോസഫറാണ്, ഒരു സ്ത്രീയാണ്. അപ്പൊ ഡയോട്ടിമനോട് ചോദിക്കുകയാണ്, ഹൂ ദെൻ ഡയോട്ടിമ ആർ ദ ഫിലോസഫേഴ്സ്.
ഈ ഫിലോസഫേഴ്സ് ആരാണ് ഡയോട്ടിമ? ഇഫ് ദേ ആർ നെയ്തർ ദ വൈസ് നോർ ദ ഇഗ്നറന്റ്, അവർ വൈസും അല്ല പിന്നെ ഇഗ്നറന്റും അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അവരാരാണ് എന്ന രീതിയിൽ ഫിലോസഫേഴ്സിന്റെ ഒരു സ്ഥാനത്തെ കൃത്യമായി പ്ലാറ്റോ ഒക്കെ പ്ലേസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഫിലോസഫർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഒരു വിസ്ഡം അക്വയർ ചെയ്ത ഒരാളാവണം എന്നൊന്നും ഒരിക്കലും ഇല്ല. എന്നാൽ പൂർണ്ണമായ ഒരു ഇഗ്നറൻസും അയാളെ കുറിച്ചിട്ട് പറയാൻ പറ്റൂല. ഈ സംബഡി ഹു ഈസ് ലവിങ് നോളജ് ആൻഡ് ഈസ് ഓൺ ദ പാത്ത് ഓഫ് സീക്കിംഗ് നോളജ് എന്നത് മാത്രമേ ഒരു ഫിലോസഫറിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നൊരർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള പറയുന്ന വിഷയം എന്ന് പറഞ്ഞാല് ജെന്യൂനായ വിസ്ഡം കരസ്ഥമാക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഫിലോസഫേഴ്സിനെ പെടുത്താൻ സാധിക്കുകയില്ല. ഫിലോസഫേഴ്സിനും അപ്പുറം എന്താണ് ഒരു വിസ്ഡം എന്ന് പറയുന്ന സംഗതിയുടെ ആളുകൾ ഉണ്ട്. സേജസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന, ഇപ്പൊ പ്രോഫറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ സേജിലി ആയ പേഴ്സൺ. ഉദാഹരണം പൈത്തഗോറസിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ. പൈത്തഗോറസിനെ കുറിച്ച് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഹെർമിസ് ട്രൈമെജിസ്റ്റസ്, അവരെ കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾ ഒരു സേജിലി ആയ വയസ്സായ ആളുകളായിട്ട് നമുക്ക് ഫിലോസഫേഴ്സിനെ കൂട്ടാൻ പറ്റൂല എന്നതായ ഒരു ബോധം യഥാർത്ഥത്തിൽ ഗ്രീക്ക് ട്രഡീഷൻ ഉണ്ട്. അവരുടെ ഇന്റലക്ച്വൽ എന്റർപ്രൈസ് ആയിട്ട് മാത്രമായിട്ടാണ് അവർ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. റെനഗനോൺ അദ്ദേഹത്തിന്റെ ക്രൈസ്റ്റ് ഓഫ് മോഡേൺ വേൾഡ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ എറ്റിമോളജിക്കലി ഡിനോട്ട്സ് നത്തിങ് അതർ ദാൻ ലവ് ഓഫ് വിസ്ഡം. യഥാർത്ഥത്തിൽ ഒരു ഭാഷാർത്ഥപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, വിസ്ഡമിനോടുള്ള ഒരു ലവ് മാത്രമേ അതിലേക്ക് നമുക്ക് പിന്നെ അതുണ്ടെന്ന് ഫിലോസഫി എന്ന വാക്കിന് അർത്ഥം കുറിക്കുന്നുള്ളൂ. സോ ഇറ്റ്സ് എ പ്രിലിമിനറി ആൻഡ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു വിസ്ഡം കരസ്ഥമാക്കാനുള്ള വഴിയിലേക്ക് പുറപ്പെടുന്ന ആളുകളുടെ ഒരു പ്രിലിമിനറി സ്റ്റേജ് ആയിട്ട് മാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിലോസഫിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഗനോണൊക്കെ പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വിസ്ഡം. ഒരിക്കലും യഥാർത്ഥ വിസ്ഡമിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ഡം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ട്രഡീഷണൽ ആണ്. ട്രഡീഷണൽ ആയ ഒരു സംഗതിയാണ് അത് വിസ്ഡം എന്ന് പറയുന്നത്. ട്രഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു സംഗതിയാണ് നമ്മൾ എന്താ പറയുക, ട്രഡീഷണൽ എന്ന് പറയുക. അതായത് ചില മെറ്റാഫിസിക്കൽ സോഴ്സസ്, നോൺ ഹ്യൂമൺ ആയ സോഴ്സസിൽ നിന്ന് വന്നതും പിന്നെന്താണ് അത് തലമുറകളിലൂടെ സേജസ് ആയ ആളുകളിലൂടെ കൈമാറി വന്നതിനെയാണ് പറയാം. അത് സുപ്രാറേഷണൽ ആണ്. എന്ന് മാത്രമല്ല അത് കരസ്ഥമാക്കുന്നത് ഒരിക്കലും റീസൺ ഉപയോഗിച്ചിട്ടല്ല, റേഷണൽ ആയ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കരസ്ഥമാക്കുന്നതിന് വിസ്ഡം എന്ന്, യഥാർത്ഥ ജെന്യൂൻ വിസ്ഡം എന്ന് പറയാൻ പറ്റൂല എന്നൊക്കെ പിന്നെ ഗനോണിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഈ ഒരു ആശയം പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മള് പിന്നെ മുൻപ് കഴിഞ്ഞു പോയ ട്രഡീഷൻസ്, ഇന്റലക്ച്വൽ ട്രഡീഷൻസിനെ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ചോദ്യമായി വരുന്നത് പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവയുടെ സ്രോതസ്സുകൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ച് മാത്തമെറ്റിക്സിന്റെ വിഷയത്തില് കുറച്ചുകൂടി അത് പിന്നെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് മാത്തമെറ്റിക്സിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് തുടങ്ങാം ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇതില് മിസ്റ്ററീസിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഗ്രീക്ക് ട്രഡീഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് ഗ്രീക്ക് ട്രഡീഷൻ ടോട്ടലി ഫിലോസഫി ആയിരുന്നില്ല. നമുക്ക് ഈവന് പിന്നെ കോമൺ ഇറ എന്ന് പറയുന്നത് എന്താണ്, യേശുവിന്റെ ജനനത്തിന്, ഈസാ അലൈഹി സ്വലാമിന്റെ ജനനത്തിന് ശേഷമുള്ള കാലത്ത് എന്താണ് എത്രയോ കുറച്ച് നൂറ്റാണ്ടുകളിൽ നമുക്ക് മിസ്റ്ററി കൾച്ചറിനെ കുറിച്ചൊക്കെ കാണാൻ പറ്റും. മിസ്റ്ററി കൾച്ചർ അത് പിന്നെ വളരെ പഴയ ഒരു ട്രഡീഷൻ ആയിട്ട് കാണാൻ പറ്റും. അതായത് സാധാരണ നമ്മളൊരു ഗ്രീക്ക് ഹെലനിക് കാലഘട്ടത്തിനേക്കാളും എത്രയോ മുമ്പ് 1000 BC അപ്പുറം പോലും അതിന്റെ വേരുകള് പറഞ്ഞു കിടക്കുന്ന മിസ്റ്ററീസ് എന്ന് പറയുന്നത് ഒരു ഇനീഷ്യാറ്റിക് ട്രഡീഷനാണ്. ഇനീഷ്യാറ്റിക് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തസവുഫിലൊക്കെ നമ്മൾ ബയ്യത്തും അറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു ഹിന്ദു പാരമ്പര്യ ഉപനയനത്തെ കുറിച്ച് പറയാറുണ്ട്. ഒരു ഗുരുവിനോട് എന്താണ്, ഗുരുവിനോട് സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തിനോട് ഒരു വിജ്ഞ എടുത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായി അദ്ദേഹത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ റേഷണൽ അറിവുകൾ എന്താണ് അതീന്ദ്രിയ എന്നൊക്കെ വേണമെന്നുണ്ട് പറയാം. അത് പ്രത്യേകമായ പിന്നെ ഉപാസനകളും രീതികളും പഠനവും ധ്യാനവും പിന്നെ ജീവിതക്രമത്തിലൂടെ ഒക്കെ സംഗതിയാണ് ട്രഡീഷൻ എന്ന് പറയാം. ഇനീഷ്യേറ്റ് ചെയ്യപ്പെടണം ഒരു ഓർഡറിലേക്ക്, ഒരു ട്രഡീഷണൽ ഓർഡറിലേക്ക്, ഒരു തെരീക്കത്തുനിന്നോ അല്ലെങ്കിൽ ഗിൽഡുകളൊക്കെ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ നോളജ് പോലെ ഇനീഷ്യേറ്റീവ് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഗിൽഡുകളൊക്കെ മുമ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനത്തേതായ ഒരു അങ്ങനത്തെ ഒരു ട്രഡീഷനെയാണ് ഈ മിസ്റ്ററീസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മിസ്റ്ററീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫിലോസഫിയിൽ എന്താണ് നമുക്ക് പിന്നെ ഗ്രീക്ക് ട്രഡീഷനിൽ തന്നെ നമുക്ക് ഹെലനിക് ട്രഡീഷനിൽ റോമൻ ട്രഡീഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അലക്സാണ്ട്രിയൻ സ്കൂൾ ഉണ്ട്, പിന്നെ നിയോ പൈത്തഗോറിയസ്, നിയോ പ്ലാറ്റോണിസം, ഇതൊക്കെ ഇന്നും അവിടെ സ്വാധീനമുള്ള സംഗതികളാണ്. അങ്ങനത്തെ മൂവ്മെന്റ്സ് ഉണ്ടായി. അവിടെയും എന്താണ് നമുക്കൊരു ഹിസ്റ്ററിക്കലായ ഒരു റേഷണൽ അല്ലാത്ത ഒരു സൂപ്പർ റേഷണൽ ആയ ഡയമെൻഷന് ഫിലോസഫേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇൻ ജനറൽ ഫിലോസഫി വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. നെറ്റ് കംപ്ലൈന്റ് ഉണ്ടോ? കുറച്ച് നേരം പറഞ്ഞത് ക്ലിയർ ആവുന്നതിന് ഇല്ല, 2 മിനിറ്റ്. അപ്പൊ നമ്മള് ഇപ്പൊ ക്ലിയർ ഉണ്ടോ? കുറച്ച് ഒന്ന് സംസാരിച്ചാലേ അറിയുള്ളൂ. അതെ, പിന്നെ നമ്മള് പറഞ്ഞാല് ഫിലോസഫിയുടെ ആ റേഷണൽ ആയ ഒരു ട്രഡീഷന്റെ അപ്പുറം പിന്നെ അതല്ലാത്തതായ ഒരു ഡയമെൻഷനുള്ള ഫിലോസഫിക്ക് അങ്ങനത്തെ ഒരു ഡയമെൻഷന് പിന്നെ ഗ്രീക്ക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അലക്സാണ്ട്രിയൻ സ്കൂൾ ഓഫ് ഫിലോസഫിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതില് പിന്നെ നിയോ പ്ലാറ്റോണിസോ അതുപോലെ നിയോ പൈത്തഗോറിയനിസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പിന്നെ പ്രൊക്ലൂസ് ഇതുപോലത്തെ ആളുകളുണ്ട്, പ്ലോട്ടിനസ് ഇതുപോലത്തെ ആളുകളായി ബന്ധപ്പെട്ട് പറയുന്നതായ ഒരു ട്രഡീഷന്, അതില് നമുക്ക് ഒരു പിന്നെ ഇസോട്ടറിക് ആയ ഒരു ആസ്പെക്ട് നമുക്ക് കാണാൻ സാധിക്കും. കേവലം റേഷണൽ ആയതിനപ്പുറമുള്ള ഒരു പിന്നെ ഡയമെൻഷന് ഫിലോസഫിയില് പിന്നെ ഒരു വിസ്ഡം, അത് സൂപ്പർ റേഷണൽ അല്ലാത്ത അതിനതീതമായ വഴികളിലൂടെ ലഭിക്കുന്നതായ ഒരു രീതിയെ നമുക്ക് പിന്നെ അലക്സാണ്ട്രിയൻ സ്കൂളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞൊരു വിഷയമാണ് നേരത്തെ പറഞ്ഞ മിസ്റ്ററീസ് എന്ന് പറയുന്ന ഇനീഷ്യാറ്റിക് സിസ്റ്റംസ്. ഇത്തരം സിസ്റ്റംസിന്റെ ഒറിജിൻ നമുക്ക് അറിയില്ല. 1000 BC അപ്പുറത്തേക്ക് നീളുന്ന അതിന്റെ ഒറിജിനെ കുറിച്ചിട്ട് പിന്നെ കൃത്യമായ ഒരു ധാരണകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഏൻഷ്യന്റ് ആയ സംഗതികളാണ്. അവിടെയും എന്താണ് റീസൺ എന്നുള്ളതിനെ ഒരു പ്രൈം ഫോക്കസ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു നോളജിന്റെ ഒരു രീതിയായിട്ട് കാണുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉത്ഭവിക്കുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ഈ 5-ാം നൂറ്റാണ്ട് BC-യിലൊക്കെയാണ്. നമുക്ക് BC-യിലാണ് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത്. അത് ഗ്രീക്ക് ട്രഡീഷൻ ഉത്ഭവിച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗനോണിനെ പോലത്തെ ആളുകൾ പറയുന്നത് അത് പിന്നെ ഗ്രീസിൽ മാത്രമല്ല, അതൊരു തരം ഒരു വാട്ടർ ഷെഡ് ഇൻ ഹിസ്റ്ററി ആയിട്ടാണ് അവർ കാണുന്നത്. അതിനെ 6th century BC-യിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാല് ഗ്രീസിൽ മാത്രമല്ല ലോകത്തുടനീളമുള്ള എല്ലാ പിന്നെ പിന്നെ ട്രഡീഷൻസിലും, അത് ഇന്ത്യ ആണെങ്കിലും ബുദ്ധിസം പോലത്തെ സംഗതികള്, അതുപോലെ ചൈനയിൽ ടാവോയിസം കൺഫ്യൂഷ്യനിസം തമ്മിലുള്ള ഒരു വേർപിരിവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ട്രഡീഷന് പേർഷ്യയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കണ എല്ലാ ട്രഡീഷനിലും സമാനമായ ഒരു ചേഞ്ച് ലോകത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. ഒരു റേഷണൽ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പിന്നെ അത് വേറെ കുറെ മെറ്റാഫിസിക്കലായ കൺസെപ്റ്റ്സിലേക്ക് അത് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലായിടത്തും ഉണ്ടായത്? ഇപ്പൊ നമുക്കറിയാലോ, ഒരു മതത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിലോ ഒരു മെറ്റാഫിസിക്സിന്റെ കാഴ്ചപ്പാടിലോ നിൽക്കുമ്പോൾ എന്താണ് ലോകത്തിന്റെ ക്രമത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നതിന് എന്താണ് പല കോസ്മിക് സൈക്കിൾസിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങളും പിന്നെ വളരെ ഫണ്ടമെന്റലായ സിവിലൈസേഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ആശയങ്ങളൊക്കെ തന്നെ പിന്നെ മതങ്ങളും മെറ്റാഫിസിക്കൽ ഡോക്ട്രിൻസ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ പിന്നെ കപ്പലുണ്ടാക്കുന്നത് നമ്മൾ നൂഹ് നബിയായി ബന്ധിപ്പിച്ചിട്ടും അതുപോലെ തന്നെ ദാവൂദ് അലൈഹി സ്വലാമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമ്മൾക്ക് എന്താണ് ഇരുമ്പിന്റെ സ്മെൽറ്റിങ്, അതിന്റെ ഉത്ഭവം, ഇങ്ങനെ പല സംഗതികൾ എന്താണ് പല നബിമാറായിട്ടൊക്കെ ബന്ധിപ്പിച്ചിട്ടും പല കൾച്ചറൽ എന്താണ് അത് നമുക്ക് തന്നെ അറിയാം. യഥാർത്ഥത്തിൽ ഇന്നത്തെ പിന്നെ മോഡേൺ പിന്നെ സയൻസസിലും അങ്ങനെ തന്നെയാണ്. അയേൺ ഏജ്, ബ്രോൺസ് ഏജ്, അങ്ങനെ പല ഏജസ് ആയിട്ട് എന്താണ് സ്റ്റോൺ ഏജ് എന്നൊക്കെ തിരിച്ചിട്ട് ഓരോ കാലഘട്ടത്തിൽ എന്താണ് ലോകത്തുടനീളം പ്രത്യേകമായ ചില സംഗതികൾ ആവിർഭവിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട തിയറീസ് അത് സെക്യുലർ ആയതിലുണ്ട്, അത് മെറ്റാഫിസിക്കലായ തിയറികളിലും എല്ലാത്തിലും റിലിജിയനിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഷാ വലിയുള്ള ദഹ്ലവിയുടെ അൽ ബുദൂറുൽ ബാസികയിലും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഹുജ്ജത്തുല്ലാ അൽ ബാലികയിലൊക്കെ ഇതിന് സമാനമായ ആശയങ്ങൾ
ലോകത്തിന്റെ മൊത്തം സിവിലൈസേഷണൽ സ്ട്രക്ചർ മാറുന്നതിനെ കുറിച്ചിട്ടുള്ള ഘടനകൾ പറയുന്നത് കാണാൻ പറ്റും. എന്തായാലും ഒരു ഗ്രീസില് പിന്നെ ഫിലോസഫി ആവിർഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് ആ ഒരു സന്ദർഭത്തില് പിന്നെ റീസൺ എന്നുള്ളത് വളരെ പ്രോമിനന്റ് ആവുന്ന രീതിയിലുള്ളതായ മാറ്റങ്ങള് മറ്റ് പല സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിലോസഫി എന്നുള്ളത് പിന്നെ റേഷണൽ ആയതോടൊപ്പം തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അലക്സാണ്ട്രിയൻ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, റേഷണൽ അല്ലാത്തതായ മെറ്റാഫിസിക്കലായ സൂപ്രാ റേഷണലായ പിന്നെ ഫേക്കൽറ്റീസും മെത്തേഡ്സും ഒക്കെ ഉള്ളതായ ഒരു ഫിലോസഫിക്കൽ ട്രഡീഷൻ അതിന്റെ അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ റേഷണലിസം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതിനെ കുറിച്ചിട്ട് റെനെ ഗനോണൊക്കെ പറഞ്ഞത് ഇറ്റ് ഇസ് എ സ്പെസിഫിക്കലി മോഡേൺ ആറ്റിറ്റ്യൂഡ് എന്നാണ്. അതൊരു ആധുനിക കാലഘട്ടം, ഉദാഹരണത്തിന് റെനേസൻസ് റിഫർമേഷനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് എന്താണ് പാശ്ചാത്യ പ്രബോധോദയം എന്നൊക്കെ പറയുന്നതായ സംഗതിയായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ എന്തുണ്ട് ചെയ്യുന്നത് റേഷണലിസം എന്ന് പറയുന്ന ഒരു മോഡേൺ ആറ്റിറ്റ്യൂഡിന്റെ ആവിർഭാവം എല്ലാം ഉണ്ടായിത്തീരുന്നത്. ഇതൊരു മോഡേൺ ആയ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിനെ കുറിച്ചിട്ട് പിന്നെ അദ്ദേഹം പറയുന്ന ദാറ്റ് കൺസിസ്റ്റ് ഇൻ നോട്ട് മിയർലി ഇഗ്നോറിങ് ബട്ട് എക്സ്പ്രസ്ലി ഡിനൈയിങ് എവറിത്തിങ് ഓഫ് എ സുപ്രാ റേഷണൽ ഓർഡർ. അപ്പോ ഒരു സുപ്രാ റേഷണൽ ആയ എല്ലാ സംഗതികളും അപ്പൊ റീസൺ കൊണ്ട് പിന്നെ നമുക്ക് നിർവചിക്കാനോ കണ്ടെത്താനോ അറിയാനോ അനുഭവിക്കാനോ പറ്റാത്ത എല്ലാറ്റിനെയും എന്താണ് കൃത്യമായി നിരാകരിക്കുന്ന, അവഗണിക്കുക മാത്രമല്ല അങ്ങനത്തെ ഒരു നിലപാട് റേഷണലിസം. ഈ ഒരു റേഷണലിസത്തെ നമ്മൾക്ക് പിന്നെ കാണാൻ സാധിക്കുക അത് ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു പിന്നെ ആ പാരമ്പര്യത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു സംഗതിയായിട്ട് തന്നെയാണ്. ഗ്രീക്ക് ഫിലോസഫിയെ പൂർണ്ണമായിട്ട് നമ്മൾ നിരാകരിക്കുന്നില്ലെങ്കിലും ആ ഒരു സംഗതിയിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് മോഡേൺ സയൻസസിനെയും നമ്മൾക്ക് യഥാർത്ഥത്തില് ഒരു ഗ്രീക്ക് ട്രഡീഷനുമായിട്ട് യൂറോപ്പിന്റെ ആളുകൾ ബന്ധിപ്പിക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായി തെറ്റെന്ന് പറയാനില്ല ഇന്നത്തെ ഒരു മോഡേൺ സയൻസിനാണ്. കാരണം അതിൻ്റെതായ കുറെ സ്വഭാവ സവിശേഷതകൾ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇതില് ഞാൻ പറയുന്നത് ക്ലിയർ ഉണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറയുന്നുണ്ടാ അസീലെ? ഇല്ല ക്ലിയറാ, ഇപ്പൊ ക്ലിയറാ, ഇപ്പൊ ഉഷാറാ. ഇതില് നമ്മള് പിന്നെ ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മള് മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ ചർച്ച ഇന്ന് തീരൂല ഇൻഷാ അല്ലാഹ്, കാരണം നമ്മുടെ സമയം കുറച്ച് 5 മണിയായല്ലോ. എന്തായാലും പിന്നെ മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഗ്രീക്ക് ഞാൻ പറഞ്ഞല്ലോ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് സയൻസിനെയും മാത്തമാറ്റിക്സിനെ ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരുന്നത് ട്രഡീഷണലി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗ്രീക്ക് മാത്തമാറ്റിക്സിന്റെ ഉത്ഭവത്തെ നമുക്ക് 6th സെഞ്ചുറി BC ആയിട്ടാണ്. അപ്പൊ തേൽസിനെ നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് മാത്തമാറ്റിക്സിലും ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്ന സംഗതിയിൽ അങ്ങനത്തെ പലതരത്തിലുള്ള വിജ്ഞാന ശാഖകളിലും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും എന്താണ് 6th സെഞ്ചുറി BCയിൽ തന്നെയാണ് ഗ്രീക്ക് മാത്തമാറ്റിക്സ് ഉത്ഭവിച്ചത് എന്ന് പറയാറുണ്ട്. അപ്പൊ അതില് പിന്നെ അതിന്റെ പ്രാഥമികമായ സ്രോതസ്സുകൾ നമുക്ക് ഗ്രീക്ക് മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ട് കിട്ടാറുള്ളത് പ്ലാറ്റോ ഉണ്ട്, അരിസ്റ്റോട്ടിൽ ഉണ്ട്, പിന്നെ യൂക്ലിഡ് ഉണ്ട്, പ്രൊക്ലൂസ് ഉണ്ട്. പ്രൊക്ലൂസ് പിന്നെ കോമൺ എറയിൽ വന്ന ഒരാളാണ്. പിന്നെ അതിനപ്പുറം എന്താണ് നമ്മൾക്ക് കാണാൻ പറ്റുന്ന വേറെ ആർക്കിമിഡീസിന്റെ ഒക്കെ ടെക്സ്റ്റുകൾ ഉണ്ട്, അനാക്സിമാൻഡർ, ആർക്കിമിഡീസിന്റെ ഒക്കെ ടെക്സ്റ്റുകൾ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ കുറെ ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല പ്രൈമറി സോഴ്സസ് ഉണ്ട്. അതിൽ നമ്മൾ സാധാരണ പ്രബലമായിട്ട് പറയാറുള്ളത് പ്ലാറ്റോന്റെ, അരിസ്റ്റോട്ടിലിന്റെ, യൂക്ലിഡിന്റെ, പ്രൊക്ലൂസിന്റെ ഒക്കെ ടെക്സ്റ്റുകളാണ് മാത്തമാറ്റിക്സിന്റെ സംഗതിയിൽ പ്രൈമറി സോഴ്സസ് ആയിട്ട് പറയാറുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു യൂറോസെൻട്രിക് ആയ ഒരു കാഴ്ചപ്പാടില് യൂറോപ്പിനെയും യൂറോപ്പിന്റെ ട്രഡീഷനെയും മറ്റെല്ലാത്തിനേക്കാൾ ഉപരി വലുതായിട്ട് കാണുന്ന, മറ്റെല്ലാത്തിനെയും അന്ധവിശ്വാസങ്ങളും എന്താണ് പിന്നെ ദുർബലമായ ചിന്താ പദ്ധതികളായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു കൊളോണിയൽ അതുപോലെ തന്നെ ഒരു യൂറോസെൻട്രിക് ആയ ഒരു കാഴ്ചപ്പാട് പ്രകാരം എന്താണ് ഗ്രീക്ക് മാത്തമാറ്റിക്സ് ഗ്രീക്കിൽ പൊട്ടിമുളച്ച ഒരു സംഗതിയായിട്ടാണ്. പക്ഷെ അരിസ്റ്റോട്ടിലും ഹീറോഡോട്ടസിനെ പോലത്തെ ആളുകള് അവര് മാത്തമാറ്റിക്സിനെ കുറിച്ച് അവർ കൃത്യമായിട്ട് പറയുന്നത് അത് ഈജിപ്തിൽ നിന്ന് വന്നതാണ് എന്ന രീതിയിൽ തന്നെ അവർ കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഗ്രീക്ക് തത്വചിന്തകരൻ ആ പൗരാണിക കാലത്ത്. അപ്പൊ പ്ലാറ്റോ ആണ് അദ്ദേഹത്തിന്റെ നിയമങ്ങളിൽ ലോസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എത്രത്തോളം അദ്ദേഹം പറയുന്ന പറഞ്ഞാല് ഈജിപ്തിൽ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നുപോലും എന്താണ് പ്ലാറ്റോ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു ശാസ്ത്രം എന്ന രീതിയിൽ പിന്നെ ഗ്രീക്സ് ആണ് പിന്നെ മാത്തമാറ്റിക്സിന് ഉത്ഭവം കുറിച്ചത് എന്നാണ് ഒരു യൂറോസെൻട്രിക്
ഒരു ഡിസ്കോഴ്സ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ആളുകൾ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് പിന്നെ അപ്പോ വളരെ സങ്കീർണമായ രീതിയിൽ പല പിന്നെ ഗണിതശാസ്ത്രപരമായ ക്രിയകളും ബാബിലോണിയൻസും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈജിപ്ഷ്യൻസും ഇവരൊക്കെ നടത്തിയിരുന്നല്ലോ. അപ്പൊ ഇതിനൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ നിങ്ങൾ സയന്റിഫിക് മാത്തമാറ്റിക്സ് എന്നതിനെ വളരെ സങ്കുചിതമായി ഡിഫൈൻ ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് മാത്സ് ഒരു സയൻസ് ആയിട്ട് കൊണ്ടുവന്നത് ഗ്രീക്സ്. അപ്പൊ എന്താണ് യഥാർത്ഥ സയൻസ് എന്നൊരു ഡെഫിനിഷൻ തന്നെ എന്താണ് വളരെ കൾച്ചറൽ സ്പെസിഫിക് ആയ യൂറോ സെൻട്രിക് ആയ ഒരു നിർമ്മിതിയാണ് എന്ന് വരുന്നില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് 99% പുസ്തകങ്ങളും ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സിലാണെങ്കിലും ഹിസ്റ്ററി ഓഫ് സയൻസിനെ കുറിച്ചാണെങ്കിലും അത് നമ്മളുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളിൽ പോലും പഠിപ്പിക്കുന്ന പിന്നെ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെ യൂറോ കേന്ദ്രീകൃതമായ ഒരു ആഖ്യാനമാണ് നമുക്ക് അതിലൊക്കെ കാണാൻ പറ്റുക. ഡിസ്കോഴ്സ് വളരെ യൂറോ സെൻട്രിക് ആയ ഒരു സംഗതിയാണ്. കാരണം അതില് പിന്നെ എന്താണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ അറിയാതെ തന്നെ സയൻസിനെ കുറിച്ചിട്ട് വളരെ നാരോ ആയ വളരെ കൾച്ചർ സ്പെസിഫിക് ആയ അതേസമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് റേഷണലിസ്റ്റിക് ആയ റീസനെ കുറിച്ചിട്ടുള്ള പ്രത്യേകമായൊരു ഡെഫിനിഷനിൽ അധിഷ്ഠിതമായ ഒരു നിർവചനം ശാസ്ത്രത്തെ കുറിച്ച് നടത്തിയിട്ട് ആ ഒരു നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് കാര്യങ്ങളെ നമ്മൾ പിന്നെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ചരിത്ര ആഖ്യാനങ്ങൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് ദാർശനികമായ വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇത് പിന്നെ നമ്മൾ പലപ്പോഴും എന്താണ് യൂറോ കേന്ദ്രീകൃതവും കൊളോണിയലുമായ സംഗതികളെ മറികടന്നു പോയ നിയോ മാർക്സിസ്റ്റുകളായ ആളുകള് അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ ആയ പോസ്റ്റ് സ്ട്രക്ചറലായ ആളുകള് ഇവരെ പോലും ഈ ഒരു പ്രേതം ബാധിച്ചതിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി നമ്മൾക്ക് ആ ഒരു കൊളോണിയൽ മനോഭാവം കാൾ മാർക്സിന്റെ ഒക്കെ കൊളോണിയൽ മനോഭാവം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അയാളൊക്കെ കൊളോണിയൽസിനെ എതിർത്തതാണെങ്കിൽ പോലും എന്താണ് യൂറോപ്യേതരമായ സംസ്കാരങ്ങളെയും അവരുടെ നാഗരികതകളൊക്കെ തന്നെ വളരെ അവജ്ഞയോടുകൂടിയും മോശമായ രീതിയിലാണ് കാൾ മാർക്സ് ഒക്കെ കണ്ടത്. നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിനു ശേഷം വന്ന ന്യൂ മാർക്സിസ്റ്റുകളായ ആൾ ഇപ്പൊ ലൂയിസ് അൽത്തൂസർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തെയിൽസ് ഓപ്പൺഡ് അപ്പ് ദ കോണ്ടിനെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ഫോർ സയന്റിഫിക് നോളജ്. തെയിൽസ് ആണ് എന്ത് മാത്തമാറ്റിക്സ് ആവുന്ന ഭൂഖണ്ഡത്തെ ശാസ്ത്രീയമായ വിജ്ഞാനത്തിന് വേണ്ടി തുറന്നു തന്നത് എന്ന് നല്ല രസമുള്ള ഒരു പ്രയോഗമാണ്. പക്ഷെ അതിലുള്ളതായ യൂറോ സെൻട്രിക് ആയ അതിന്റെ ആ ഒരു മനോഭാവം അതിൽ വളരെ വ്യക്തമാണ്. അപ്പൊ സയന്റിഫിക് നോളജ് എന്താണ് എന്നും സംഗതി അപ്പൊ എന്താണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അത് നോൺ സയന്റിഫിക് ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ സയൻസ് എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു നിർമ്മിതി അത് നമ്മളുടേതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് ഒരു കൊളോണിയൽ ഓവർടോൺസ് നമുക്ക് കാണാൻ പറ്റും അൽത്തൂസറിന്റെ വാക്കിൽ. കാരണം എന്താണ് എല്ലാ കോണ്ടിനെന്റ്സും എല്ലാ ഭൂഖണ്ഡങ്ങളും അപ്പൊ എത്രയോ കാലമായിട്ട് വാസ്കോഡ ഗാമ ഡിസ്കവേർഡ് പിന്നെ കാലിക്കറ്റ് നമ്മൾ ചെറുപ്പത്തിലേക്ക് നമ്മൾ പഠിച്ചിരുന്നത്. നമ്മളിവിടെ ആയിരക്കണക്കിന് കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് എന്താണ് വാസ്കോഡ ഗാമയാണ് ഇവിടെ ഇന്ത്യനെ ഡിസ്കവർ ചെയ്തത്, ആഫ്രിക്കനെ ഡിസ്കവർ ചെയ്ത് മറ്റവനാണ്, അമേരിക്കനെ ഡിസ്കവർ ചെയ്ത് ഒരുത്തനാണ്, കൊളംബസ് ആണ് എന്നൊക്കെ രീതിയിൽ എന്താണ് നമ്മള് അപ്പൊ എന്താണ് ഇതൊക്കെ പിന്നെ ആർക്കും അറിയാത്ത പ്രാകൃതമായ കുറെ ഭൂഖണ്ഡങ്ങളായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. എന്താണ് അതായത് നമ്മളിവിടെ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് പോലും അറിയില്ല എന്ന രീതിയിൽ എല്ലാ റീസണെയും എന്താണ് മറ്റുള്ള നാഗരികതകൾക്കും അവരുടെ വൈജ്ഞാനിക പദ്ധതികൾക്കെല്ലാം നിരാകരിച്ചുകൊണ്ട് എന്താണ് ഓപ്പൺഡ് അപ്പ് ദ കോണ്ടിനെന്റ്, ഡിസ്കവേർഡ് ദ കോണ്ടിനെന്റ് എന്നൊക്കെ പറയുന്നതായ ഒരു കൊളോണിയൽ ഡിസ്കോഴ്സിൽ നിന്ന് മാർക്സിസ്റ്റുകൾക്കോ നവമാർക്സിസ്റ്റുകൾക്കോ ഉത്തരാധുനികവാദികൾക്കോ ഒന്നും തന്നെ അതിൽ നിന്ന് പലപ്പോഴും പുറത്തു കടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഹിസ്റ്ററി ഓഫ് സയൻസ് ഒക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് മിഷൽ ഫൂക്കോന്റെ ഒരു പ്രയോഗമുണ്ട്, അതും ഭയങ്കര രസമാണ്. മിഷൽ ഫൂക്കോ പിന്നെ അദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹം പറയാം എ ജോമെട്രി എമേർജിങ് സഡൻലി വൺസ് ആൻഡ് ഫോർ ഓൾ ഫ്രം ദ ട്രിവിയൽ പ്രാക്ടീസ് ഓഫ് ലാൻഡ് മെഷറിംഗ്. അപ്പൊ അതായത് പിന്നെ പെട്ടെന്ന് പൊടുന്നനെ ഒരു ജോമെട്രി പൊട്ടിമുളച്ച് എന്നാണ് പറയുന്നത് ഗ്രീക്ക് ട്രഡീഷനില്. അതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാർക്ക് വെറുതെ ഭൂമിന്റെ അളവിങ്ങനെ എടുക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ട്രിവിയൽ പ്രാക്ടീസസ് വളരെ എന്താണ് ബാലിശമായ അല്ലെങ്കിൽ എന്താണ് വളരെ പിന്നെ അത്രയൊന്നും യാതൊരു വിലമതിക്കാനാവാത്ത എന്താണ് വളരെ ട്രിവ്യലായ കുറെ ലാൻഡ് മെഷറിംഗ് പ്രാക്ടീസസിൽ നിന്ന് പെട്ടെന്ന് പൊടുന്നതിനെ ഗ്രീക്ക് ട്രഡീഷനിലേക്ക് ഇതുണ്ടായിരുന്ന മിഷൽ ഫൂക്കോനെ പോലെയുള്ള എല്ലാ ഇത്തരം സംഗതികളെ മറികടക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളിൽ പോലും എന്താണ് ഇത്തരം പിന്നെ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രീക്ക് സയൻസിനെയും ട്രഡീഷനെയും ഒക്കെ ഇതാകുന്ന സന്ദർഭത്തിൽ ഗ്രീക്ക് എന്നുള്ളതല്ല അതിനപ്പുറം എല്ലാ ട്രഡീഷനെയും
ഇതാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഗ്രീക്കുമായി ബന്ധപ്പെട്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ പിന്നെ നമ്മൾ വ്യക്തമായി നമുക്ക് വരുന്നത് ഗ്രീക്ക് ട്രഡീഷനെ കുറിച്ച് കൂടി പഠിക്കുന്ന സന്ദർഭത്തിലാണ്. ഒന്ന് ഗ്രീക്ക് ട്രഡീഷനെ പഠിക്കുന്നതിലുള്ള പരിമിതി അത് നമുക്ക് വ്യക്തമാവും. അതിനപ്പുറം എന്താണ്, ഗ്രീക്ക് ട്രഡീഷനെ പഠിക്കുന്ന യൂറോപ്യൻസ് അതിനെ തങ്ങളുടെ പൈതൃകമായിട്ട് മനസ്സിലാക്കി മറ്റതിനൊക്കെ തന്നെ അപരവൽക്കരിക്കുന്നതിന്റെ ആ ഒരു സംഗതികളും നമുക്ക് തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ സാധിക്കും. ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പിന്നെ മാത്തമെറ്റിക്സ് ഒക്കെ പഠിക്കുന്നതിൽ, അതുപോലെ തന്നെ സയൻസ് പഠിക്കുന്നതിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് ഹിസ്റ്റോറിസിസോ ഒന്ന് പ്രസന്റിസോ ആണ്. ഈ രണ്ട് പിന്നെ സമീപനങ്ങൾ. അപ്പൊ സ്ലെഗലൊക്കെയാണ് ഹിസ്റ്റോറിസിസം തുടങ്ങിയത്. ഒരു ജർമ്മൻ പിന്നെ റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ്. ഹിസ്റ്റോറിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പ്രത്യക്ഷത്തിൽ അതൊരു നല്ല ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നും. എന്താന്ന് പറഞ്ഞാല് ഹിസ്റ്റോറിസിസം എന്ന് പറഞ്ഞാൽ ഏതൊരു കൾച്ചറിനെയും അതിൻ്റെതായ ആ ഒരു സമയത്തെയും കാലത്തെയും സ്ഥലത്തെയൊക്കെ പരിഗണിച്ചിട്ടേ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ന രീതിയിൽ പിന്നെ ആ ഒരു പ്രത്യേക സംഗതിയിലേക്ക് മാത്രം ഒതുക്കിയിട്ട് എല്ലാതരം യൂണിവേഴ്സലൈസേഷനെയും നിഷേധിക്കുന്നതായ ഒരു സംഗതിയാണ് നമ്മൾ എന്ത് പറയാ, ഹിസ്റ്റോറിസിസം എന്ന് പറയാം. പ്രസന്റിസം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സംഗതികളിലേക്ക്, ഉദാഹരണത്തിന് കുറച്ചു മുമ്പ് ഞാൻ ഒരു പുസ്തകം കണ്ടത്, നാനോ ടെക്നോളജി ഇൻ ദ ഏൻഷ്യന്റ് വേൾഡ് എന്നുള്ളത്. അപ്പൊ നാനോ ടെക്നോളജി ഇൻ ദ ഏൻഷ്യന്റ് വേൾഡ് എന്ന് പറഞ്ഞ പ്രയോഗം ഉപയോഗിക്കുന്ന യഥാർത്ഥത്തിൽ പ്രസന്റിസ്റ്റ് ആയ ഒരു പ്രയോഗമാണ്. കാരണം നാനോ ടെക്നോളജി ഈ കാലഘട്ടത്തിൽ ഉണ്ടായ സംഗതിയാണ്. അതിന് അതിൻ്റെതായ ഒരു ഐഡിയോളജിക്കൽ കണ്ടന്റോ സംഗതികളുണ്ട്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ദ ഏൻഷ്യന്റ് വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുതരം പ്രസന്റിസ് ആണ്. അപ്പൊ അത് ഹിസ്റ്റോറിസത്തിനോടുള്ള ഒരു പ്രതികരണ രീതിയിലാണ് എന്തുണ്ടായത്, പ്രസന്റിസം. അപ്പൊ അതാണ് നമുക്ക് അറിയപ്പെടുന്നത് വളരെ പ്രശസ്തനായ മാത്തമെറ്റീഷ്യനാണ് ഹാർഡി. നമ്പർ തിയറിയിലൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളെ രാമാനുജനായിട്ടൊക്കെ, ശ്രീനിവാസ രാമാനുജമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഹാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരിക്കല് പറഞ്ഞിട്ടുണ്ട്, അതായത് പറഞ്ഞാല് ദ ഗ്രീക്സ്, അതായത് പൗരാണിക ആർ നോട്ട് ക്ലവർ സ്കൂൾ ബോയ്സ് ഓർ സ്കോളർഷിപ്പ് കാൻഡിഡേറ്റ്സ് ബട്ട് ഫെലോസ് ഓഫ് അനദർ കോളേജ്. അതായത് ആധുനിക മാത്തമെറ്റിക്സുമായിട്ട് പൗരാണിക ഗ്രീക്ക് മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് പറഞ്ഞാല് അവർ കുറച്ച് സമർത്ഥരായ സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അപേക്ഷിച്ച കുറച്ച് ആൾക്കാരല്ല, അവർ വേറെ കോളേജുകളിലെ ഫെലോസ് ആണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വളരെ എന്താന്ന് പറഞ്ഞാല് ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് ഇതില് ഒരർത്ഥത്തില് പിന്നെ ഒരു കോളേജിലെ ഫെലോ, സ്കൂൾ ബോയ്, സ്കോളർഷിപ്പ് കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു സ്പെസിഫിക് ആയ സംഗതികൾ എന്താണ് ആ കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനത്തതായ സംഗതിയോട് ഉദാഹരണം ഞാൻ പറഞ്ഞതേ. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഹിസ്റ്റോറിസിസത്തിന് പിന്നെ ഇതൊരു തരം പ്രസന്റിസ് ആണ് ഈ പറഞ്ഞത്. അതായത് നമ്മളുടേതായ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മുൻകഴിഞ്ഞ ആളുകളെ ഇതാക്കണം. ഫെലോസ് ഓഫ് ദ കോളേജ്, സ്കോളർഷിപ്പ് കാൻഡിഡേറ്റ്, സ്കൂൾ ബോയ് എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് അങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊക്കെ ഗ്രീക്കുകാരെ കുറിച്ച് പറയുമ്പോൾ അതെന്താണ് യഥാർത്ഥത്തില് ഒരർത്ഥത്തില് ഒരു തരം പ്രസന്റിസ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ഇത്തരം സംഗതികൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ അതുപോലെ പിന്നെ നമുക്ക് ഒരു ഹിസ്റ്റോറിസിസത്തിന് നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുമെന്ന് സ്പെങ്ലർ ഉണ്ട്. സ്പെങ്ലറിന്റെ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ്, വളരെ പ്രശസ്തനായ ഒരു ഹിസ്റ്റോറിയനാണ്. ഭയങ്കര പിന്നെ നാസിസത്തൊക്കെ എതിർത്ത ആളാണ്. ഇസ്ലാമിസ്റ്റുകളൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പല സംഗതികളും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ സ്പെങ്ലർ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ പറ്റും, ദർ ഇസ് നോട്ട് ആൻഡ് കനോട്ട് ബി നമ്പർ ആസ് സച്ച്. അതായത് കൾച്ചറലായ സിവിലൈസേഷനലായ ആ ഫ്രെയിമുകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്പർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂല എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇന്ത്യൻ നമ്പർ ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ ഒരു മാത്തമെറ്റിക്കൽ തോട്ട്, ഇന്ത്യൻ ആയ ഒരു മാത്തമെറ്റിക്കൽ തോട്ട് ഉണ്ട്, അറേബ്യൻ ആയ ഒരു മാത്തമെറ്റിക്കൽ തോട്ട് ഉണ്ട്, ഒരു ക്ലാസിക്കൽ പിന്നെ ആയ ഒരു ഗ്രീക്ക് മാത്തമെറ്റിക്കൽ തോട്ട് ഉണ്ട്. അതിലെല്ലാം ഒരു പ്രത്യേക നമ്പറാണ് ഉള്ളത്. ഈച്ച് ടൈപ്പ് ഫണ്ടമെന്റലി പെക്യുലർ ആൻഡ് യൂണിക്. അപ്പൊ നമ്മൾ 1 എന്ന് പറയുന്നത് എന്താണ്, ഗ്രീക്കുകാരോ അല്ലെങ്കിൽ അറബികളോ മുൻകാലത്തെ ഇന്ത്യക്കാരോ 1 എന്ന് പറഞ്ഞത് എന്താണ്, അതെല്ലാം ആ ഒരു കാലഘട്ടത്തിന് സവിശേഷമായ ഒരു അർത്ഥത്തിലാണ്. ഒരു സ്പെസിഫിക് വേൾഡ് ഫീലിംഗ്, പ്രത്യേകമായ ഒരു പ്രപഞ്ചബോധം, പ്രത്യേകമായ ഒരു ആ ചിഹ്നങ്ങൾക്ക് പ്രത്യേകമായ ഒരു അർത്ഥവും പ്രസക്തിയോ, പിന്നെ പ്രത്യേകമായ ഒരു നിർവചനം, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡറിംഗ് ദ ബിക്കം വിച്ച് റിഫ്ലെക്ട്സ് ദ സെൻട്രൽ എസൻസ് ഓഫ് വൺ ആൻഡ് ഓൺലി വൺ സോൾ, ദ സോൾ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൾച്ചർ. അപ്പൊ സവിശേഷമായ ഒരു കൾച്ചറിലേക്ക് മാത്രം ചേർത്തുകൊണ്ട് ഏതൊരു കൾച്ചറിലും ഒരു നമ്പർ എന്നതിനെ ഉപയോഗിച്ചതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്ന രീതിയിൽ ഉള്ള ഒരു തരം ഹിസ്റ്റോറിസിസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൗരാണിക ശാസ്ത്രം, അത് ഈവൻ ഗ്രീക്ക് സംഗതി ആണെങ്കിലും മറ്റല്ലാത്തതാണെങ്കിൽ കൂടിയോ കാണാൻ പറ്റും. ഈ രണ്ട് സംഗതികളുടെയും അതായത് തീവ്ര നിലപാടുകളിൽ പോവാതെ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരേ സമയം ഹിസ്റ്റോറിസിസത്തിലേക്ക് പോവാതെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുകളെ പരിശോധിക്കാൻ സാധിക്കണം. അതേസമയത്ത് തന്നെ എന്താണ്, നമ്മൾക്ക് ആ മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളുടേതിലേക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇതിൽ നിന്നൊന്നും തന്നെ എന്താണ് സംഗതികളുടെ വ്യതിരിക്തത മനസ്സിലാകാതെ പോകരുത്. പലപ്പോഴും സംഭവിച്ചതാണ്. കാരണം ആളുകള് പിന്നെ പല കാഴ്ചപ്പാടുകളിലൂടെ നോക്കിയിട്ട് തങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ നോക്കിയിട്ട് മറ്റുള്ളതിനെയൊക്കെ തന്നെ അങ്ങേയറ്റം വില കുറഞ്ഞതായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മള് മാത്തമെറ്റീഷ്യൻസിന്റെ ഒരു ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഡേറ്റ് കാണാൻ പറ്റും. 450 BC തൊട്ടിട്ട് ഒരു 200 CE വരെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഒട്ടനവധി മാത്തമെറ്റീഷ്യൻസ് നമുക്ക് ഗ്രീക്ക് ട്രഡീഷനിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ജസ്റ്റ് ഒരു ടേബിൾ ഞാനത് കൊടുത്തെന്നുള്ളൂ. പിന്നെ ഇതിൽ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഞാൻ പറയും, മെത്തേഡിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. കാര്യങ്ങളെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലുള്ള മെത്തേഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് സമയമുണ്ട് തുടരാൻ, അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച വീണ്ടും തുടരണം. അതായിരിക്കൂലേ നല്ലത്. എനിക്കറിയില്ല എത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്ക് 5 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 5 മിനിറ്റ് കൂടി നിങ്ങൾക്ക് തുടർന്നിട്ട് പിന്നെ 10 മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലേ, മാത്തമാറ്റിക്സിലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് ഒരു 5 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ഇവിടെ നിർത്തിയിട്ട് ക്വസ്റ്റ്യൻ ആൻസറിൽ പോയിട്ട് അടുത്ത ആഴ്ച ഈ ഇഷ്യൂസ് മുതൽ തുടങ്ങാം. അതായിരിക്കൂലേ നല്ലത്? വളരെ സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, മെല്ലെ പോയാൽ മതി. അപ്പോ ആർക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാൾ ഒരു സമയത്ത് കൂട്ടിച്ചേർക്കാനുള്ള ആളുകൾക്ക് പറയാതെ. ആളുകൾ പല ആളുകൾ അവരുടെയൊക്കെ വായനകൾ ഉണ്ടാവില്ല. ഓക്കെ യെസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പല കാര്യങ്ങളും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് പക്ഷെ ഞാനൊരു സ്പെസിഫിക് ആയിട്ട് ചില പോയിന്റ്സ് ചോദിക്കാം. ഒന്നാമത് ഇപ്പൊ നമ്മൾ ഗ്രീക്ക് ട്രഡീഷനും ഫിലോസഫിയെയും കുറിച്ച് പറഞ്ഞപ്പോ അതൊരു റാഷണൽ മെത്തഡോളജിയാണ് ഫിലോസഫി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത് അതൊരു പ്രത്യേകമായ ഗ്രീക്ക് ഫിലോസഫിയെ കുറിച്ചുള്ള യൂറോസെൻട്രിക് അണ്ടർസ്റ്റാൻഡിങ് ആണെന്നും വേണമെങ്കിൽ പറഞ്ഞുകൂടെ? കാരണം ഫിലോസഫി ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് നമ്മൾ സ്വീകരിച്ച വിധവും അതായത് മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്വീകരിച്ച വിധവും എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്നുള്ള ഒരുപാട് ഒപ്പീനിയൻസ് ഇപ്പൊ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം ആ അർത്ഥത്തില് അതേപോലെ തന്നെ റാഷണൽ എന്ന് പറയുന്ന ഒരു സംഭവവും ആക്ച്വലി ഒരു യൂറോപ്യൻ ഫിലോസഫിയിലോ അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയാൻ പറ്റുള്ളൂ, അപ്പം അതിനപ്പുറമുള്ള അറിയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതും ഈവൻ ഒരു പോസ്റ്റ് കാന്റിയൻ ലോകത്തൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു ഫിനോമിന ന്യൂമിന എന്നുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്നത്. അതായത് ഗ്രീക്ക് ഫിലോസഫിയിൽ അതിൽ തന്നെ അവര് റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്ഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ഉള്ള ഒരുപാട് വാദങ്ങൾ ഇന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ മുസ്ലിം ചിന്തയിൽ വരികയാണെങ്കിൽ അവിടെ ഫിലോസഫി ഉപയോഗിച്ച് തന്നെയാണ് ഇബ്നു സീനയൊക്കെ എന്താണ് ഇപ്പൊ വഹീനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അതിനെ നമുക്കൊരിക്കലും റാഷണൽ എന്നുള്ളൊരു സംഭവമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവൻ നിയോ പ്ലാറ്റോണിസോ അല്ലെങ്കിൽ പ്ലാറ്റോയുടെയൊക്കെ ചിന്തകൾ പിന്നെ വന്നിട്ടുള്ള പ്ലോട്ടിനസിന്റെ ചിന്തകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഇതൊക്കെ വിശദീകരിക്കുന്നത്. അപ്പം ഈ റാഷണൽ എന്റർപ്രൈസ് ആണ് എന്നുള്ളത് ഒരു സ്പെസിഫിക് യൂറോപ്യൻ കൺസ്ട്രക്ഷൻ ആണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ യൂറോപ്യൻ കൺസ്ട്രക്ഷൻ ആണ്, അങ്ങനെ അവര് പിന്നോട്ട് ഗ്രീക്ക് ചിന്തയെ വായിക്കുന്നതാണ് എന്നും കൂടെ പറഞ്ഞുകൂടെ? നമ്മള് പിന്നെ പറഞ്ഞതിലൊരു വളരെ ഇതുണ്ട്. അതായത് നമ്മൾ നേരത്തെ നമ്മള് ചർച്ചയിൽ പറഞ്ഞൊരു വിഷയം, പിന്നെ ഫിലോസഫി ആസ് ഇറ്റ് ഈസ് ഗ്രീക്ക് ഇതില് പിന്നെ റേഷണൽ അല്ലാത്ത സംഗതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നിയോ പ്ലാറ്റോണിക്കായ സംഗതികൾ, ഇപ്പൊ നിയോ പൈത്തഗോറിയൻ, പൈത്തഗോറസ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ പിന്നെ നിയോ പൈത്തഗോറിയനായ സംഗതികളായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ പ്ലാറ്റോയിലും എല്ലാം അങ്ങനത്തെ സംഗതികളെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ മിസ്റ്ററീസ് എന്ന് പറയുന്ന ട്രഡീഷൻസും ഗ്രീക്ക് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മോഡേൺ വെസ്റ്റേണേഴ്സ് അതിനെ റിസീവ് ചെയ്തത്, ഇപ്പൊ റെനേസൻസ് തൊട്ടിട്ട് റിസീവ് ചെയ്തതിൽ എന്താണ് അതിന് പിന്നെ തികഞ്ഞതായ ഒരു പിന്നെ റേഷണലിസ്റ്റ് റീസൺ ഉപയോഗിക്കുന്നതല്ല പ്രശ്നം.
റീസണിൽ മാത്രം കൺഫൈൻ ചെയ്യുക, പിന്നെ റേഷണൽ ആയതിനെ നിരാകരിക്കുക, അതുപോലെ തന്നെ എന്താണ് പിന്നെ നാച്ചുറലിസ്റ്റിക് ആയ ഒരു സംഗതികളിലേക്ക് മാത്രം ഒതുക്കുക എന്ന രീതിയിൽ ഒരുതരം സെലക്റ്റീവായ പിന്നെ ഒരു അക്സെപ്റ്റൻസ് അത് പിന്നെ ഒരു ഗ്രീക്ക് സംഗതി പിന്നെ നമ്മുടെ മോഡേൺ സംഗതിയിൽ ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് അതിലെ ഒരു വിഷയം. പിന്നെ ഫിലോസഫി എന്നുള്ളത് പിന്നെ ഇസ്ലാമില് അത് ഇസ്ലാമിന്റെ സ്വീകരണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് സാധാരണഗതിയിൽ യൂറോപ്പിന്റെ ആളുകളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾ ആകെ ചെയ്തത് കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. ഉദാഹരണത്തിന് പിന്നെ ഇസ്ലാമോളജിസ്റ്റുകൾ അവർ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രം ഗ്രീക്ക് ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഗ്രീക്ക് ട്രഡീഷനിൽ എല്ലാ സാധനങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. തങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ആ ട്രാൻസ്ലേറ്റ് ചെയ്തതിനൊക്കെ തന്നെ അവർ ക്രിട്ടിക്ക് ചെയ്ത് പുതിയതായ കാര്യങ്ങൾ, ഇപ്പൊ ആദ്യ 1-2 നൂറ്റാണ്ടുകളിലൊക്കെയാണ് ട്രാൻസ്ലേഷൻ ഭയങ്കര സ്ട്രോങ് ആയത്. പിന്നെ അതിനുശേഷം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതുതായ പല കാര്യങ്ങളെയും ജനറേറ്റ് ചെയ്യുന്നത്. ഉദാഹരണം ഇബ്നു സീനൊക്കെ എന്താണ് അരിസ്റ്റോട്ടലിന്റെ ലോജിക്കിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പുതിയതായ ഒരു ലോജിക്കൽ ഈ സംഗതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇസ്ലാമിന്റെ ട്രഡീഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോ പിന്നെ ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് അതുപോലെ തന്നെ ഗസാലിയെ പോലുള്ള ആളുകൾ എന്താണ് ഫിലോസഫിയെയും ഫിലോസഫേഴ്സിന്റെ സംഗതികളൊക്കെ തന്നെ വളരെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിനെതിരെയുള്ള ഇബ്നു റുഷ്ദിന്റെ വാദങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെന്റിലൂടെ അതാണ് ഇപ്പോ അൽഫാറാബി പോലും പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. നമ്മുടെ സംഭവത്തിൽ സത്യം എവിടെയാണെങ്കിലും അത് പിന്നെ കണ്ടെത്തുന്നതിലും അത് നമ്മളുടേതായി സ്വീകരിക്കുന്നതിലും നമ്മൾ ലജ്ജിക്കേണ്ടതില്ല എന്ന രീതിയിൽ എന്താണ് അൽഫാറാബിയുടെ ഒക്കെ ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു കൊട്ടേഷൻ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഇസ്ലാമിൻ്റെതായ ഉദാഹരണത്തിൽ എല്ലാ ഹിസ്റ്റോറിയൻസും, അത് ഈ മുസ്ലിം ഹിസ്റ്റോറിയൻസ് മാത്രമല്ല, എല്ലാ ഹിസ്റ്റോറിയൻസും ഇസ്ലാമിന്റെ ഒരു സവിശേഷമായ ഒരു ഹിസ്റ്റോറിക്കൽ റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏൻഷ്യന്റ് ആയ എല്ലാ ട്രഡീഷൻസിനെയും എന്താണ് പിന്നെ ഒരുതരം ഇസ്ലാമിൽ ഒരു മുഹൈമിൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഖുറാനിലൊക്കെ പറഞ്ഞല്ലോ മുഹൈമിൻ എന്ന് പറയുന്ന എന്താണ് പൗരാണികമായ എല്ലാ വിസ്ഡമിനെയും പ്രിസർവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെയാണ് മുഹൈമിൻ എന്ന് പറയുക. എല്ലാത്തിനെയും എന്താണ് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാന്ന് അതിനെ പ്രിസർവ് ചെയ്ത് പിന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതിനെക്കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ട്. ഈ ഒരു അർത്ഥത്തിലൊരു മുഹൈമീനിയത്ത് പിന്നെ ഇസ്ലാമിന്റെ ആ ഒരു നാഗരികതക്ക് ഉണ്ടായതിനെ കുറിച്ചിട്ട് പിന്നെ ഇത് മുസ്ലിങ്ങളല്ലാത്ത ഇപ്പൊ ജോസഫ് ഈ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് തന്നെ എഴുതപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഫിലോസഫി ഓഫ് സയൻസിന്റെ ഹിസ്റ്ററി ഓഫ് സയൻസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ സവിശേഷമായ ഒരു പ്രതിഭാസമായിരുന്നു ഇസ്ലാമിന്റെ സംഗതി. കേവലം ട്രാൻസ്ലേറ്റ് ചെയ്യലല്ല, അവർ ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിനെ പിന്നെ റീഡിഫൈൻ ചെയ്യുകയും അതിനെ ക്രിട്ടിക്കൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ മറ്റവർ ചെയ്യുന്നതാണ്, അവർ യൂറോസെൻട്രിക് ആയിട്ട് അവര് തങ്ങൾക്ക് ആകെ എന്താണ് കടപ്പാട് തങ്ങളുടെ തന്നെ ഭാഗമായ ഗ്രീക്ക് ട്രഡീഷനോട് മാത്രമേ ഉള്ളൂ. നമ്മൾ പണ്ടേ ഉള്ളതാണ്, ബാക്കിയെല്ലാം തന്നെ എന്താണ് ബാക്കി എല്ലാത്തിനെയും ട്രാഷ് ചെയ്തിട്ട് പിന്നെ ചർച്ച ചെയ്യുന്ന അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ല അതാണ് ഞാൻ കാരണം നമ്മൾ ഫിലോസഫി ഈ പൊതുവെ ഈ ഫിലോസഫി റാഷണൽ എന്റർപ്രൈസ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ എന്താ പറയാ അപ്പൊ അതുകൊണ്ട് തന്നെ സൂപ്രാ റാഷണൽ ആയിട്ടുള്ളത് അതിനകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ് ഫിലോസഫി മാറ്റി നിർത്തുന്ന ഒരു സമീപനത്തിലേക്ക് അറിയാതെങ്കിലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പക്ഷേ അത് നിങ്ങൾ പറയുന്നതിനൊരു അല്ല, അതിനൊരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാല് ഫിലോസഫിക്ക് പിന്നെ റേഷണൽ ആയ അല്ലാത്തതായ ഒരു അറിവ് പിന്നെ അറിവിന്റെ രീതിയെ പിന്നെ ഫിലോസഫിയുടെ ട്രഡീഷൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതിലങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേക്കാം. ഫിലോസഫിയിൽ ഇപ്പൊ സൂപ്രാ റേഷണൽ ആയ സംഗതികളൊക്കെ ചില ആളുകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെതായ ഒരു മെത്തേഡോ രീതികളോ അതൊന്നും തന്നെ എന്താണ് ഫിലോസഫിക്ക് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു ഫിലോസഫി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഫിലോസഫിക്ക് ഇപ്പോഴും എന്താണ് പിന്നെ ഗ്രീക്കിന് അപ്പുറമുള്ള കൾച്ചേഴ്സിൽ ഉണ്ടായിരുന്ന സംഗതികളെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനോ അതെങ്ങനെയാണ് അതിന്റെ മെത്തേഡ്സ് എങ്ങനെയാണ് അവരെങ്ങനെയാണ് പഠിച്ചത് അവരെങ്ങനെയാണ് കാര്യങ്ങളെ കണ്ടത് എന്നതിനെ കുറിച്ചൊന്നും പറയാൻ ഫിലോസഫിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫിലോസഫി വളരെ കൾച്ചർ സ്പെസിഫിക് ആയ
ഒരു സംഗതിയായിട്ട് പറഞ്ഞത്. അത് പ്രിഡോമിനന്റ്ലി റേഷണലിസ്റ്റ് ആണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം സുപ്രാ റേഷണൽ ആയ ഒരു സംഗതിനെ അത് അംഗീകരിക്കുന്നുണ്ടാ. ഫിലോസഫേഴ്സിൽ പല ആളുകൾക്ക് എന്താണ് സുപ്രാ റേഷണൽ ആയ ചില ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷെ ഫിലോസഫി ആസ് എ മെയിൻ സ്ട്രീം ഡിസിപ്ലിൻ അത് അങ്ങനത്തെ സംഗതികൾ എൻഡോസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു സംഗതികൾ നമുക്ക് പകർന്നു തരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു മാത്തമെറ്റീഷ്യൻ ആയിരിക്കും, അയാളൊരു പോയറ്റാണ്, അയാളൊരു മ്യൂസീഷ്യൻ ആണെന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ എന്ന് വെച്ചിട്ട് അയാളുടെ മാത്തമെറ്റിക്സിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ഫോക്കസ് ഫിലോസഫിക്ക് ഉണ്ടായിരുന്നു. അല്ല, അത് സത്യമാണ്. ഞാൻ പറഞ്ഞ അതൊരു യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് വരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ ഇസ്ലാമിലെ ഈ ഫലസഫ ട്രഡീഷൻ പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കാണുന്നതെന്ന് ഇപ്പം പലരും വാദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് റീസൺ അൺബൗണ്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാമിക് ഫലസഫയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പൊ അതില് ഉന്നയിക്കുന്ന വാദം എന്താന്ന് ചോദിച്ചാൽ ഫിലോസഫി, ഈവൻ ഗ്രീക്സ് തന്നെ ഫിലോസഫി അവർ മനസ്സിലാക്കിയിരുന്നത് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലാണ്. മറിച്ച് യൂറോപ്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒരു റാഷണൽ എന്റർപ്രൈസ് എന്നുള്ള രീതിയിലല്ല എന്നും ഇസ്ലാമിക സിവിലൈസേഷൻ അതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും, അതായത് ഇസ്ലാമിക സിവിലൈസേഷനിലുള്ള ഫിലോസഫിയുടെ ഡെവലപ്മെന്റ് പോലും ആ രീതിയിലുള്ളതായിരുന്നു, റാഷണൽ ആയിരുന്നില്ല എന്ന് വാദിക്കുന്ന ഒരു പഠനമാണ്. ഈവൻ നമ്മളിപ്പം ഫുതുഹാത്തുൽ മക്കിയന്റെ തുടക്കത്തില് ഫുതുഹാത്തുൽ മക്കിയയില്ലേ ഷെയ്ഖ് ഇബ്നു അറബിയുടെ, അതിന്റെ തുടക്കത്തില് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഫൽസഫന്റെ ആളുകള് ഫിലോസഫേഴ്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പെട്ടെന്ന് നമ്മൾ അതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല, അവരും സത്യം പറയാം. അപ്പൊ ഇത് നമ്മള് ഒരു ഇസ്ലാമിന്റെ ഒരു മെറ്റാഫിസിക്കൽ ട്രഡീഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയാണ്. ഇത് ഫുതുഹാത്തുൽ മക്കിയന്റെ തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവിടെയും എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഫിലോസഫി ഉണ്ടായിട്ടുണ്ടാവുക, ഇസ്ലാമിക് ഫിലോസഫിനെ പല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഫിലോസഫി എല്ലാ ആളുകളും എന്താണ് പിന്നെ ഉദാഹരണം ഇമാം ഗസാലി, ഷെയ്ഖ് ഇബ്നു അറബി, ഇതുപോലത്തെ ആളുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരെന്താണ് ഫിലോസഫിയെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ ഒരു കേവലം സ്പെസിഫിക് ആയ ഒരു ഡിസിപ്ലിൻ മാത്രമായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരവസ്ഥയാണുള്ളത്. അല്ലാതെ ഒരു ഇസ്ലാം പൂർണ്ണമായി ഫിലോസഫിനെ പൂർണ്ണമായിട്ട് പുൽകിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? റീസൺ ഉപയോഗിക്കുക എന്നുള്ളത് ഫിലോസഫി ആണെന്ന് ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ റീസണെ കുറിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു രീതിയും ഡെഫിനിഷൻസും ഒക്കെ ആയിട്ടുണ്ടാവും. അല്ല, അതെ, ഞാൻ പറഞ്ഞത് ഇസ്ലാമില് ഫലസഫോ അല്ലെങ്കിൽ ഫിലോസഫിക്ക് ഇപ്പൊ യൂറോ കേന്ദ്രീകൃതമായ ഫിലോസഫിയുടെ മീനിങ്ങിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മീനിങ്, ഒരു ജീനിയോളജി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തീർച്ചയായും. ചോദിക്കട്ടെ, ഈ എംപിരിക്കലായിട്ടുള്ള ഒരു ട്രഡീഷൻ ആണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്, എംപിരിക്കലായിട്ടുള്ള. ഇപ്പൊ അഫ്സൽക്ക് എന്താ പറയും, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കൺസെപ്ഷൻ. അപ്പൊ ഈ ദീനിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണോ മെറ്റാഫിസിക്സ്? അല്ലെങ്കിൽ എന്താ ഈ മെറ്റാഫിസിക്സ്? അതിന്റെ ഒരു ഇൻസൈഡ് എന്താണ്? ഈ എംപിരിക്കലായ നോളജുകൾക്ക് അപ്പുറത്തൊരു മെറ്റാഫിസിക്സ്. അതേമാതിരി തന്നെ ഗ്രീക്ക് ട്രഡീഷനാണോ ചില ചോദ്യങ്ങൾ രൂപപ്പെടുന്നത്. ഇപ്പൊ ഓണ്ടോളജി എന്താണ്, അപ്പോ ഓണ്ടോളജി അല്ലെങ്കിൽ മെറ്റാഫിസിക്സ്, എക്സിസ്റ്റൻസ്. അപ്പൊ ഈ മെറ്റാഫിസിക്സിന്റെ ഒരു പദം എന്താണ്? മെറ്റാഫിസിക്സ് എന്ന് വളരെ പഴയ ഒരു വാക്കാണ് മെറ്റാഫിസിക്സ്. ഉദാഹരണത്തിന് ഫിസിക്സും മെറ്റാഫിസിക്സ് എന്ന് പറയുന്നവര് ഒരു ഡിമാർക്കേഷൻ നമുക്ക് ഗ്രീക്ക് കാലഘട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. പ്ലാറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ബിക്കമിങ് ഉണ്ടായിത്തീരുക എന്നതായിട്ടാണ്. ഫിസിക്സ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആ ഒരു തലത്തെയാണ് കൊടുക്കുന്നത്. ബിക്കമിങ് എന്നൊരു തലത്തെയാണ്. അപ്പൊ ഉണ്ടായിത്തീരുന്നതിന് അതായത് നമ്മള് പ്രത്യക്ഷമായ ഒരു അർത്ഥത്തില് അസ്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ വുജൂദിലേക്ക്, നമ്മൾ ഇസ്ലാമിന്റെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ വുജൂദിലേക്ക് കടന്ന് വരുന്ന സംഗതിക്ക് അപ്പുറം എന്താണ് ഒരു പെർമനന്റ് ആയ ഒരു ബേസ് ഈ സംഗതികൾക്ക് ഉണ്ടാവും. അതിനെയാണ് യഥാർത്ഥത്തിൽ മെറ്റാഫിസിക്സ് കുറിക്കുന്നത്. അതായത് നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പെർമനന്റ് ആയ ഇമ്മ്യൂട്ടബിൾ ആയ എന്ത് പ്രിൻസിപ്പിൾസ് ആണ് എല്ലാ സാധനങ്ങളുടെയും അസ്തിത്വത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിലകൊള്ളുന്നത്, അതിനെ കുറിച്ചിട്ടാണ്. ഉദാഹരണത്തിന് ഈ സംഗതികൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഗ്രീക്ക് ട്രഡീഷനെ കുറിച്ച് കൂടുതൽ വായിക്കുക നമ്മൾ സ്റ്റോയിക്സും അതുപോലെ തന്നെ എന്താണ് അയോണിയൻ ഫിലോസഫി, അതുപോലെ തന്നെ എന്താണ് അതിലുള്ള
പിന്നെ ആ ഒരു തമ്മിലുള്ള സംവാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും. ഉദാഹരണം സീനോനെ കുറിച്ച് നമ്മൾ കേട്ടോ, സ്റ്റോയിക്സിന്റെ നേതാവായ സീനോ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പിന്നെ ഒരു സീനോസ് പാരഡോക്സ് ഉണ്ട്, ഒരു മൂവ്മെന്റിനെ കുറിച്ചിട്ടുള്ള. നമ്മളത് ശരിക്കും വളരെയധികം എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സാധനമാണ് സീനോ. അതായത് ഒരു അമ്പ് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അതിന്റെ പകുതി ദൂരം സഞ്ചരിക്കണം, ആ പകുതി ദൂരം സഞ്ചരിക്കണം അതിന്റെ കാൽഭാഗം ദൂരം സഞ്ചരിക്കണം. അങ്ങനെ എന്താണ് അതിലൂടെ മൂവ്മെന്റ് എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. മൂവ്മെന്റ് എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് എന്നൊരു സീനോസ് പാരഡോക്സ് ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇമ്പോസിബിൾ ആവുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു അതൊരു മെറ്റാഫിസിക്സിന്റെ ആബ്സെൻസിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം ആ വിഷയം. റിലിജിയനിൽ മെറ്റാഫിസിക്സ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതായത് പെർമനന്റ് ആയ ഇമ്മ്യൂട്ടബിൾ പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്തൊരു അസ്തിത്വത്തിന്റെ പിന്നിൽ. അതിനെക്കുറിച്ചാണ് മെറ്റാഫിസിക്സ് ചിന്തിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ മെറ്റാഫിസിഷ്യൻസ് ആയ ആളുകൾ പറയുന്നത്, പിന്നെ ഇപ്പൊ നമ്മൾ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞപ്പോൾ ഹൈഡഗറൊക്കെ മെറ്റാഫിസിക്സ് എന്നാണ് വാക്ക് ഉപയോഗിക്കേണ്ടത്, അർത്ഥത്തിലല്ല. ട്രഡീഷണൽ ആയ മെറ്റാഫിസിക്സിന്റെ ആളുകൾ പറയുന്നത് റീസൺ അല്ല മെറ്റാഫിസിക്കൽ നോളജ് നേടാനുള്ള വഴി എന്നുള്ളത് പറയുന്നുണ്ട് അവർ. നമ്മൾ ഈ ചർച്ചകൾ കുറെ കൂടി സയൻസിൽ അതിന്റെ ഒരു ഫിലോസഫി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൺഫൈൻ ചെയ്ത് വെക്കുന്നത്. അത് വേറെ സംഗതികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ, നമുക്ക് വീണ്ടും കാര്യങ്ങൾ ഫിലോസഫിയുടെ ഡൊമൈനിലേക്ക് പോവാം. പക്ഷെ നമ്മൾ സമയം കുറെ അതിനു വേണ്ടി പോകും. ഇൻഷാ അല്ലാഹ് നമുക്ക് സയൻസിന്റെ ഡൊമൈനിൽ നിന്നിട്ട് തന്നെ സംസാരിക്കാം. പക്ഷെ ഇവിടെ കുറെ ആളുകൾ ഫിലോസഫി പഠിച്ച ആളുകളും വായിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇടയ്ക്ക് ഈ ഫിലോസഫിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ മനസ്സിലാക്കേണ്ട കുറെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. ഇപ്പൊ നമ്മളെ നസീം ഭായി ഇവരൊക്കെ കുറെ